ഹായ് എല്ലാ കൂട്ടുകാർക്കും ഷില്ലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പയും ചിക്കനും കൊണ്ടുണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 3 വിസിൽ വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കപ്പ എടുത്തു വെക്കണം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂട് തണിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഒരു 7 പീസ് ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നീളത്തിലല്ല, നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാനൊരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കൊടുക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ പുതിനയിലയും മല്ലിയിലയും എന്തായിട്ടും ചേർത്ത് കൊടുക്കണം ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ചിക്കനകത്തും കപ്പയിനകത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഞാൻ ഗരം മസാല 1 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകൊന്നും ഞാൻ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഇതുപോലെ കൈകൊണ്ട് പിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ചൂട് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള കപ്പയാണ്. ഇനി നമ്മളിത് നമ്മുടെ ഈ ഒരു മസാലയിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ചൂട് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കപ്പയിനകത്തുള്ള ചെറിയ നാരൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കപ്പയും ചിക്കൻ എന്ന് പറയുന്നത് തന്നെ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഇത് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ചെറിയ ഉരുളയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് എടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ മുട്ടേൻ്റെ അകത്തൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ അകത്തും ജസ്റ്റ് ഒന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഒരു 6-7 പീസ് ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു 5-6 പീസ് ചിക്കൻ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് കപ്പയും ചിക്കൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി കുക്കായത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് അധികം ഒന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇതായി ഒരു കളറാവുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.